ആഴത്തിലുള്ള ഗദ്യകവിതകൾ കൊണ്ട് മലയാളിയുടെ ഹൃദയാന്തരാളങ്ങളുടെ അഗാധതയെ തൊടുന്ന കവിയാണ് ആധുനിക മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പി രാമൻ. സ്പർശനത്തെക്കുറിച്ച്, ബന്ധങ്ങളിൽ ആ സ്പർശനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില വരികളുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ വരണ്ട തൊലിപ്പുറത്ത് വച്ച നിന്റെ ഉള്ളംകൈ ചൂടിന് ഞാൻ സ്നേഹമെന്ന് വിളിക്കും. എൻ്റെ തൊലിയും അതിന്മേലെ വെച്ച നിന്റെ കൈത്തലവും അഴുകിപ്പോയിക്കോട്ടെ, ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് മുന്നേ സ്നേഹിച്ചവരുടെ അഴുകിപ്പോയ തൊലിക്കും കൈപ്പത്തയ്ക്കുമിടയിലെ ചൂടിനെ ഞാൻ കാലമെന്ന് വിളിക്കും. എത്ര മനോഹരമായ കവിതയാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം ഉള്ളിലൊതുക്കി വെക്കുന്നതിനു പകരം സ്പർശനം കൊണ്ട്, ചേർത്തുപിടിക്കലുകൾ കൊണ്ട്, തഴുകലുകൾ കൊണ്ട്, തലോടുകൾ കൊണ്ട്, കെട്ടിപ്പിടിക്കലുകൾ കൊണ്ട്, മുത്തം വെക്കലുകൾ കൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് പുതിയ ആന്തോളനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് പുതിയ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ അഴകുകൾ വിടരുക. പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ടവൾ സങ്കടം വന്ന് കണ്ണു നിറഞ്ഞു പറയുമ്പോൾ ചേർത്ത് നിർത്തിയ കണ്ണീർ തുടക്കാറുണ്ടോ നിങ്ങൾ? ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ഭർത്താവ് തളർന്നു മടങ്ങി വരുമ്പോൾ സാരമില്ല എന്ന് ചേർത്തു പിടിച്ച് നമുക്കിത് മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിൻ്റെ വാക്ക് കൊടുക്കാറുണ്ടോ? പ്രായപൂർത്തിയായ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ നെറുകയിൽ ഉമ്മ വെച്ച് യാത്ര അയക്കാറുണ്ടോ? കൂട്ടുകാരൻ തളരുമ്പോൾ, പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ ചെന്ന് കയ്യിൽ ചേർത്തു പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് ഉറപ്പ് കൊടുക്കാറുണ്ടോ? പുതിയ ബന്ധങ്ങളെ ഉണ്ടാക്കുമ്പോൾ ആ ഷേക്ക് ഹാൻഡിലൂടെ ഉണ്ടാക്കുന്ന ആ ഊഷ്മളത നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ പുതിയ സൗരഭ്യം പടർത്തും. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തെ സൗഗന്ധികമാക്കി മാറ്റുന്നത്. ഈ ഊഷ്മളതയാണ് നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ബാക്കിയാവുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ലാതെ ഇക്കാലവും വേർപെട്ടു പോയവരുടെ ഓർമ്മ വരുമ്പോൾ അവർ നിങ്ങൾക്ക് നൽകിയ ആ ഊഷ്മളമായ ചെറുചൂട് ഇന്നും നിങ്ങൾക്ക് ഒരു സജീവത നൽകുന്നില്ലേ? ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ സ്നേഹസ്പർശനം ഡോപ്പമിൻ പോലെയുള്ള പ്ലഷർ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുകയും മനുഷ്യന്റെ ആയുസ് കൂട്ടുകയും ചെയ്യുമെന്നാണ്.